ാണ് ഉപമ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് ഈത്തപ്പനക്കുരു, അതിന് മൂല്യമുണ്ട്, ചക്കയ്ക്ക് മൂല്യമുണ്ട്, മാങ്ങയ്ക്ക് മൂല്യമുണ്ട്, തേങ്ങയ്ക്ക് മൂല്യമുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ഫലങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുക, ഹലാലാവണം. അതോടുകൂടെ തയ്യിബ, നല്ല ഒന്നാന്തരം ഭക്ഷണമാവണം. അതാണ് അല്ലാഹു കഴിക്കാൻ പറഞ്ഞത്. പലപ്പോഴും പല ആഹാരം കഴിക്കുമ്പോൾ പ്രശ്നമാകും. പാലും മാങ്ങയും യോജിക്കൂല, കിഡ്നിക്ക് കംപ്ലൈന്റ് ആണ്. മാങ്ങ നല്ല മരുന്നാണ്, നല്ല ഫ്രൂട്ടാണ്, ആമാശയം ശുദ്ധിയാക്കുന്ന ഒന്നാണ് മാങ്ങ. പാലോ അതും മരുന്ന് തന്നെയാണ്, നബി തങ്ങൾ തെരഞ്ഞെടുത്ത ഭക്ഷണമാണ്. പക്ഷേ മാങ്ങയും പാലും ജ്യൂസടിക്കരുത്. നമ്മൾ ജ്യൂസടിക്കണമെന്നാണല്ലോ, മാങ്ങ ജ്യൂസടിക്കാണ്, പാല് മോക്കറായ സുന്നത്തല്ലേ. പക്ഷെ അത് കിഡ്നിക്ക് ബാധിക്കും എന്നുള്ളതാണ് വൈദ്യശാസ്ത്രം പറയുന്നുണ്ട്. കോഴിയും തൈരും കഴിക്കരുത്. ബിരിയാണിയുടെ മോക്കറായ സുന്നത്ത് തൈരല്ലേ. പക്ഷേ അങ്ങനെ പല, ഇഞ്ചിയും നാരങ്ങയും ഒരുമിക്കരുത്. ഇഞ്ചി മരുന്നാണ്, നാരങ്ങയും മരുന്നാണ്. രണ്ടും ഒരുമിക്കുമ്പോൾ വിഷമാണ്. ലൈമടിക്കുമ്പോൾ ഇഞ്ചി ഉണ്ടാവും, നാരങ്ങ ഉണ്ടാവും. അത് എല്ലിന്റെ ബലം കുറക്കുന്നുള്ളതാണ്, ബലക്ഷയുണ്ടാക്കും ഇഞ്ചി നാരങ്ങ ഒരുമിച്ചാൽ. അപ്പൊ ത്വയ്യിബാകണം. ഹലാലായാൽ മാത്രം പോരാ. നാരങ്ങ ഹലാലാണ്, ഇഞ്ചി ഹലാലാണ്. പക്ഷേ ഓരോ സംഗതി കൂടുമ്പോ ഓരോന്നാണ്. ഇപ്പൊ നമ്മളെ തൊള്ളക്ക് പറ്റാത്ത നമ്മൾ കൂട്ടണില്ലല്ലോ. ഇപ്പൊ തളയം പൊരിച്ചത് ചായയിലുണ്ട്, ആരെങ്കിലും മുക്കി തിന്നലുണ്ടോ? ബ്രെഡ് തിന്നണായിരിക്കും ഇല്ലല്ലോ, ആ ചോയ നമുക്ക് പറ്റൂല. നമ്മൾ ഹെൽത്തിന്റെ മേലക്കേ നോക്കലുള്ളൂ, താഴത്തേക്ക് നോക്കലില്ല. അതായത് രുചിയെ നോക്കലുള്ളൂ. ഫാസ്റ്റ് ഫുഡ് ഫാസ്റ്റ് ഡെത്താണ്, ഭയങ്കര പ്രശ്നമാണ്. അൽഫഹം ഭയങ്കര വിഷയമാണ്. അങ്ങനെ പല നിലക്കുള്ള നമ്മളെ വീട്ടിൽ ഒന്നാം തരം മുരിങ്ങയും ചേമ്പും ചേനയും തണ്ടും ഒക്കെ ഉണ്ടെങ്കിലും ഒക്കെ മരിച്ച കോയിനെ തിന്നാൻ വേണ്ടി പോവുക. പണ്ട് പറഞ്ഞ പോലെ മരിച്ചാലാണ് കോയിക്ക് പേര് പറഞ്ഞില്ലേ. ബ്രോസ്റ്റ്, അൽഫാമ്, തണ്ടൂരി, സവായി എന്ന് പറഞ്ഞിട്ട് ഓരോ പേരുകൾ കിട്ടാൻ അപ്പോഴാണ്. അപ്പോ ഹലാലം തയ്യിബ, നല്ല ഭക്ഷണമായിരിക്കണം. ആ ഭക്ഷണം ഹലാലായിരിക്കണം. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് ഭക്ഷണത്തിന്റെ ഒരു ശൈലിയുണ്ട്, സംസ്കാരമുണ്ട്. രണ്ട് കൂട്ടാൻ കൂട്ടിയിട്ടൊരുമിച്ച് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. അവിടുന്ന് അധികം കൂട്ടാൻ ഉണ്ടാവാറുള്ളത് സുർക്കയാണ്. സുർക്ക ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കും. അതുപോലെ മാംസം അവിടുന്ന് താൽപര്യപ്പെട്ടിരുന്നു. അവിടുന്ന് ആട്ടുമാംസം എപ്പോഴും കഴിച്ചിരുന്നു. വൈദ്യശാസ്ത്രം പറയുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിൽ ആടുമാംസം കഴിക്കണം. മാർച്ച് ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ കോഴിമാംസം കഴിക്കണം. ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ മാടുമാംസം കഴിക്കണം എന്നൊക്കെയാണ് പറയാറുള്ളത്. ഓരോന്നിനും അതിൻ്റെതായ ടൈം. എന്നും ഇറച്ചിക്കുക, എന്നും മീനും കിട്ടുക, തൊള്ളക്കൊരു വസർമട്ടണമെങ്കിൽ അത് കിട്ടണം, അങ്ങനെ വേണ്ട. ഇടയ്ക്കൊന്ന് ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ, അങ്ങനെയാണ് വേണ്ടത്. എന്തോ ആവട്ടെ, മീനും മാംസവും ഒന്നിച്ച് കഴിക്കാൻ പാടില്ല. ഹദീസിൽ വിലക്കിയിട്ടുള്ള ഒന്നാണ്. ഹദീസിൽ വിലക്കിയ, നബി തങ്ങൾ പ്രത്യേകം വിരോധിച്ച ഒന്നാണ് മത്സ്യവും മാംസവും കഴിക്കരുത്. നമ്മളെ സൽക്കാരത്തിലെ കബ്സ് ഉണ്ടാകും, മജ്ബൂസ് ഉണ്ടാകും, ഇപ്പൊ എന്താ ബർണി കിർണി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ സംഗതികളുണ്ട്. അങ്ങനെ പല സംഭവങ്ങൾ ഉണ്ടാകും. അതിന്റെ ഇടയിൽ അയക്കോറ പൊരിച്ചതുണ്ടാകും, ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാകും, കാട കാല് കൊണ്ടിച്ച് ആകാശം താങ്ങി നിർത്തുന്ന കോലത്തിരിക്കുന്നുണ്ടാകും. ഇങ്ങനെയൊക്കെ ആയതിന്റെ ശേഷം പിന്നെ ലാസ്റ്റ് ഉണ്ട് പുതിയൊരു കറാഹത്ത് ചെയ്യിപ്പിക്കുക എല്ലാരെ കൊണ്ടും. അഥവാ നിന്ന് ലേശം കാപ്പി കുടിക്കണം. നിന്ന് കുടിക്കരുതേ എന്നല്ലാണ്ട് റസൂല് പറഞ്ഞു, നിന്ന് തിന്നരുതേ. ഈ ചെറീസ്, നമ്മൾ ഈ പല്ല് കുത്താൻ ഉപയോഗിക്കുന്ന കമ്പുമ്മ ഒരു ചെറീസും കുത്തിയിട്ട് ഒരു പൈനാപ്പിളും കുത്തിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതിങ്ങനെ തിന്ന ഒരു കുഞ്ഞേ കടലാസിന്റെ ക്ലാസ് ഉണ്ടാവും, അതിൽ ലേശം കാപ്പിയും കുടിച്ച.
ഒരു പെരക്ക് കുറ്റിയടിച്ചാണെങ്കിൽ ആ കുറ്റിയടിച്ചിടത്ത് ആദ്യം തന്നെ അവിടെ ഒരു കറാഹത്ത്, എന്ത് കുറ്റിയടി കഴിഞ്ഞ ഉടനെ എല്ലാവർക്കും ലഡും ജിലേബിയും കൊടുക്കും, അവിടെ നിന്ന് തിന്നു എല്ലാവരും. ആ പെരയിൽ ചായ കടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒപ്പം വെച്ചു കൊടുത്താൽ മതി. എന്നാലും പെരപ്പണി ഒരു കറാഹത്ത് കൊണ്ട് തുടങ്ങട്ടെ, ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കൊടുക്കുക. അങ്ങനെ ഒരുപാട് വേണ്ടാത്ത സംസ്കാരങ്ങൾ പലപ്പോഴും കടന്നു കയറുന്നുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ പറഞ്ഞു വന്നത്, മത്സ്യവും മാംസവും ഒന്നിച്ച് കഴിക്കാൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം വിരോധിച്ചതാണ്. കുലു തിന്നോളൂ, വശ്റബു കുടിച്ചോളൂ, വലാ തുസ്രിഫു ഓവറാക്കരുത് എന്നാണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ഓവറാക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്നാണ്. അങ്ങനെ ഭക്ഷണം പാകം ചെയ്തു. ഭക്ഷണം പാകം ചെയ്തു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ചില മര്യാദകളുണ്ട്. ആ മര്യാദകളിൽ ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ അറാദ അൻ യുക്സിറല്ലാഹു ഖൈറ ബൈതിഹി, ആരെങ്കിലും വീട്ടിൽ ഖൈർ വർദ്ധിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നമുക്കൊക്കെ നമ്മുടെ പേരയിൽ ഖൈർ വർദ്ധിക്കണം എന്ന് ഉദ്ദേശം ഉണ്ടല്ലോ, അല്ലേ? ഉണ്ട്. ആർക്കെങ്കിലും വീട്ടിൽ ഖൈർ വർദ്ധിക്കണം എന്നുദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് വുളു എടുക്കട്ടെ. വുളുവോടുകൂടെ ഭക്ഷണം കഴിക്കുക എന്നത് ആ വീട്ടിൽ ബറക്കത്ത് അല്ലാഹു തആല വർദ്ധിപ്പിക്കുന്ന കാരണമാണ്. റസൂലുള്ളാഹി ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളതാണ്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ചിന്തിക്കുക, എനിക്ക് വുളു ഉണ്ടോ ഇല്ലേ? ഉച്ചഭക്ഷണം കഴിക്കുന്നത് പള്ളിയിൽ നിന്ന് ളുഹർ ജമാഅത്ത് നിസ്കരിച്ചു വന്നതിന്റെ ശേഷമാണ്. ആ വുളു സ്റ്റോക്കുണ്ടോ? അത് മതി. അങ്ങനെ വുളുവോടുകൂടെ ആഹാരം കഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് വീട്ടിൽ ഖൈർ വർദ്ധിക്കുന്ന കാര്യമാണ്. വീട്ടിൽ ഖൈർ വർദ്ധിക്കുന്ന ഒരുപാട് കാര്യമുണ്ട്. മഹാനരായ അനസ് ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞില്ലേ, എന്റെ തലയിൽ കൈവച്ചുകൊണ്ട് 8ാമത്തെ വയസ്സിൽ മുത്തുനബി ചില കാര്യങ്ങൾ എന്നോട് നിർദ്ദേശിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, മോനെ, നീ വീട്ടിൽ കയറിയാൽ സല്ലിമ്മല അഖിലി, ആ അഖിലിക്ക നിന്റെ അഖിലുകാരുടെ മേലിൽ, അഖിലി ആ വീട്ടുകാരുടെ മേലിൽ സലാം പറയണം. പിന്നെ എന്റെ മേൽ സലാം പറയണം. വീട്ടിൽ കയറിയാൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നൊരാൾ വീട്ടിൽ കയറുമ്പോൾ ചൊല്ലിയാൽ യസ്ദ് ഖൈറു ബൈതിക, വീട്ടിലുള്ള ഖൈർ വർദ്ധിക്കും എന്നാണ്. വീട്ടിൽ ഖൈർ വർദ്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീട്ടിൽ കയറിനോട് കൂടെ സലാം പറയുന്ന, മുത്തുനബിക്ക് സലാം പറയുക. അതിന്റെ വിഷയം മുമ്പ് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് വുളു എടുക്കുക, വുളു ഉണ്ടായിരിക്കുക. അത് വീട്ടിൽ ഖൈർ വർദ്ധിക്കാൻ കാരണമാണ്. ബിസ്മി ചൊല്ലി ആരംഭിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഒരു കുട്ടി വന്നിരുന്നപ്പോൾ ആ മോനോട് പറഞ്ഞു, മോനെ, കുൽ മിമ്മാ യലീക്, നീ നിന്നോടടുത്തത് കഴിക്കുക. എന്നാളൊരു ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പോയപ്പോ ടേബിളിന്റെ നടുവിൽ വേറെ ടേബിൾ പോലെ സാധനം, അതിങ്ങനെ തിരിച്ച കാട വേണ്ടോന് ഒറ്റ തിരിച്ചില്, കാട അവിടെ എത്തി, കോഴി അവിടെ എത്തി. കോഴി വേണ്ട, ഒറ്റ തിരിച്ചില്. അപ്പോ ആടവിടെ എത്തി, പോത്ത് പടത്തി. അങ്ങനെ മരിച്ചതിന്റെ ശേഷം വിറ്റ മണ്ട് തന്നെ ഈ കോഴിയും ബീഫും ചിക്കനും ആടും മാടും സംഗതിയൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, ഭക്ഷണത്തളിക കറങ്ങുന്ന ഒരു കാലഘട്ടം വരും. ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുകയാണ്, ഭക്ഷണത്തളിക, ഭക്ഷിക്കാനുള്ള സുപ്ര, ആ ഭക്ഷണത്തളിക തിരിയും, ആളുകളുടെ മുമ്പിലേക്ക് തിരിയും. അങ്ങനെ തിരിയുന്നൊരു കാലഘട്ടം വന്നാൽ
ഈ സമുദായത്തിലെ ബറക്കത്ത് ഉയർത്തപ്പെട്ടു എന്ന് നീ ഉറപ്പിക്കണം. എല്ലാം മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മോനെ നീ നിന്നോടടുത്തത് ഭക്ഷിക്കുക, വലത്തെ കൈകൊണ്ട് ഭക്ഷിക്കുക, ബിസ്മി ചൊല്ലി തുടങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഇരുന്നിട്ടാണ് കഴിക്കാറുള്ളത്, നിലത്തിരുന്നിട്ട്. നബി തങ്ങൾ കസേരയിൽ ഇരിക്കാറില്ല. അവിടെ നിന്നിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇരിക്കാറില്ല. കസേര ഇല്ലാഞ്ഞിട്ടല്ല, ഉയരമുള്ള ഈത്തപ്പന മുട്ടികൊണ്ടുണ്ടാക്കിയ ഇരിപ്പിടങ്ങളുണ്ട്. എല്ലാം ഉണ്ടെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഇരിക്കുന്നത് ഒരു കാലിങ്ങനെ പൊന്തിച്ച് മറ്റേ കാലിന്റെ മേലിങ്ങനെ ഇരിക്കും. ഏതോ ഒരു നാട്ടിൽ നിന്നൊരാൾ വന്നു. അയാൾ വന്നതിന്റെ ശേഷം നബി തങ്ങൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ചോദിച്ചു, മാ ഹാദിഹിൽ ജിൽസതു യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ എന്തിരുത്താത് ഇങ്ങനെ എന്തായിരിക്കുന്നു? ഒരു കാല് പൊന്തിച്ച് മറ്റേ കാലിങ്ങനെ താഴ്ത്തി വെച്ചിട്ട് ഇതെന്ത് ഇത്താണ് എന്ന് ചോദിച്ചപ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ജഅലനീ അബ്ദൻ കരീമ വലം യജഅൽനീ ജബ്ബാറൻ അനീദാ. അല്ലാഹു എന്നെ ഒരു അടിമയായിട്ടാണ് പടച്ചത്. അടിമയും ഉടമയും തമ്മിലാണ് ബന്ധം. ഹൈന്ദവ സിദ്ധാന്തമനുസരിച്ച് ഒരു ചിന്തയാണ്. ക്രിസ്തീയ സിദ്ധാന്തമനുസരിച്ച് ദൈവവും മനുഷ്യനും പിതാവും മകനുമാണ്. മറ്റേതാണെങ്കിലോ വേറെ ശൈലിയിലാണ്. എന്നാൽ അടിമയും ഉടമയുമായ ബന്ധമാണ്. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ 3 വിരലാണ് ഉപയോഗിച്ചത്. നമുക്ക് 2 കൈയും തികയണില്ല. കാരണം ഒരു ബ്രോസ്റ്റിന്റെ പീസ് തന്നെ എത്രണ്ട് കജ്ജിൽ ഒതുങ്ങണില്ല. അപ്പൊ ഒന്നായിട്ട് തിന്നാണ്. നാളുണ്ട് ഒരാള് പച്ച ഒരു പോത്തിന്റെ കുറക്, പച്ച കുറക് തൈരിൽ മുക്കിയിട്ട് ഇങ്ങനെ കടിച്ചു തിന്ന. എന്താണതൊക്കെ? കിട്ടിയത് മുഴുവൻ തിന്ന. ആകെ കൂടെ ജഗ പോക. ഈ ലോകത്തിന്റെ കഥയാണ്. അപ്പൊ ഭക്ഷണം കഴിക്കുന്നത് അത് അല്പാൽപമായി കഴിക്കണം എന്നാണ്. ഭക്ഷണം, ചോറ് കുടിക്കുക, വെള്ളം തിന്നുക എന്നാണ് ഭോജന മര്യാദയിൽ ആയുർവേദം പറയുന്നത്. ചോറ് കുടിക്കുക എന്നുവെച്ചാൽ ചവച്ച് 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 അതിന്റെ വെള്ളം പോലെ ആകണം. അങ്ങനെയാവണമെന്ന് 24 ചവയെങ്കിലും ചവക്കണം എന്ന് ഹദീസിൽ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ 3 വിരലുകൊണ്ട് ആണ് പീസാക്കൽ. അങ്ങനെ 3 വിരലുകൊണ്ട് ഭക്ഷണം കഴിക്കുക. കുറേ നേരം ഇരിക്കും ഭക്ഷണത്തിന്റെ അടുക്കൽ. അപ്പൊ അതിന്റെ ഒരു മര്യാദയാണ്. അതും ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിന്നാ കഴിക്കുക. പഴയ കാലത്ത് ഒരു പാത്രത്തിൽ നിന്ന് കഴിച്ച് ഒരു പറമ്പിന്റെ വ്യത്യസ്ത മേഖലയിൽ ഒഴിവാക്കലേന്ന്. ഇപ്പോ വ്യത്യസ്ത പാത്രങ്ങളിൽ കഴിച്ച് ഔത്ത് ഒരു പാത്രത്തിൽ ഒഴിവാക്കലാണ്. കക്കൂസിലെ ഐക്യം. പിന്നെ എങ്ങനെ ശരിയാകുക? അപ്പൊ ഒരുമിച്ചായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ചിരുന്നത്. അതൊരു മര്യാദയാണ്, ഒരു ചിട്ടയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ സുന്നത്താണ് ചെരുപ്പ് ഊരി വെക്കൽ. കല്യാണത്തിന് പോയിട്ടാണെങ്കിലും ശരി, എവിടുന്നാണെങ്കിലും ശരി, നമ്മൾ മുറ്റത്തെ പന്തലിൽ ഭക്ഷണം കഴിക്കുമ്പോൾ കാലുമ ചെരുപ്പുണ്ടാകുമല്ലോ, ആ ചെരുപ്പ് ഊരി വെക്കുക എന്നത് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സുന്നത്താണ്. നബി തങ്ങൾ തറയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കും. അതോടുകൂടെ നബി തങ്ങൾ പഠിപ്പിച്ച ഒരു സുന്നത്താണ് ചെരുപ്പ് ഊരി വെച്ച് ഭക്ഷണം കഴിക്കുക എന്നത്. അത്തരം സുന്നത്തുകളൊക്കെ പാലിക്കപ്പെടാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അത് വലിയ സംഭവമാണ്. ശരീരത്തിന് വളരെ റാഹത്താണ്. പിന്നെയോ ഒരു മര്യാദ, വിശന്നേ ആഹാരം കഴിക്കാവൂ.
വിശന്നതിന്റെ ശേഷമേ ആഹാരം കഴിക്കാവൂ. മുഖൗഖിസ് രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു സമ്മാനം കൊടുത്തയച്ചു. എന്താ സമ്മാനം? നല്ല ഒന്നാം തരം അത്തർ. നബി തങ്ങൾക്ക് അത്തർ ഭയങ്കര ഇഷ്ടമാണ്. അതോടുകൂടെ ഒരു ഡോക്ടറെ, മദീനത്തെ ആൾക്കാരെ ചികിത്സിക്കാൻ ഡോക്ടറോട് പറഞ്ഞു, പ്രതിഫലം വാങ്ങരുത്. ഇപ്പോ ഗവൺമെന്റ് ആസ്പത്രിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരും രാവിലെയും വൈകുന്നേരം, ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാവട്ടെ എല്ലാ ഡോക്ടേഴ്സും രാവിലെയും വൈകുന്നേരം കുറച്ച് ടൈം പോലും വീട്ടിൽ പരിശോധിക്കും. 300 രൂപ, 200 രൂപ, 500 രൂപ, അങ്ങനെ പല ആളുകൾക്കും അവരുടെ പേരിനനുസരിച്ചുള്ള ഫീസാണ്. ഇയാളോട് പറഞ്ഞു, വൈദ്യനോട് പറഞ്ഞു, ഫീസൊന്നും വാങ്ങാതെ ഫ്രീ ആയിട്ട് ചികിത്സിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തയച്ച സമ്മാനമായിരുന്നു ആ ഡോക്ടർ, ആ വൈദ്യൻ. മദീനത്ത് 6 മാസം നിന്നു. ഒരു പനിയും ജലദോഷം പിടിച്ചിട്ടും കൂടി ആരും വന്നില്ല. ഒരൊറ്റ ഡോക്ടറും ഒറ്റ രോഗിയും വരുന്നില്ല. ഒരു ഡോക്ടർ ശമ്പളം കിട്ടും, എന്നാലും ആള് വന്നിട്ടില്ലെങ്കിൽ അതൊരു സംഗതിയല്ലേ. ഇയാൾ നബി തങ്ങൾ അടുക്കലുണ്ടോ? ഞാൻ പോവുകയാണ്. ആയിക്കോട്ടെ, നിങ്ങൾ പൊയ്ക്കോളി. എന്തേന്ന് വെച്ചു, ഒരു രോഗി ഇവിടെ വന്നിട്ടില്ല. അത് ഇവിടുത്തെ ആൾക്കാർക്ക് ദീനം കേടുണ്ടാവൂല, അതായിരിക്കും. എന്താ ദീനം കേടില്ലാത്തതെന്ന് വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരിക്കലും ഞങ്ങൾ വിശക്കാതെ ആഹാരം കഴിക്കാറില്ല. വിശപ്പ് മാറുന്നതിന്റെ മുമ്പ് ഞങ്ങൾ നിർത്താറുമുണ്ട്. വിശന്നതിന്റെ ശേഷമേ ആഹാരം കഴിക്കാവൂ. ഒരു നേരം ഭക്ഷിക്കുന്നവൻ യാഗി, 2 നേരം ഭക്ഷിക്കുന്നവൻ ഭോഗി, 3 നേരം ഭക്ഷിക്കുന്നവൻ രോഗി, 4 നേരം ഭക്ഷിക്കുന്നവൻ മഹാരോഗി. 8 നേരം ഭക്ഷിക്കുന്നവരെ പറ്റി എന്താ പറയാ? നമ്മളെന്തെല്ലാം കഴിക്കും? രാവിലെ നീച്ച ഉടനെ ലായജൂസിൽ ചായ ഇല്ല മായൽ കടി, എന്തെങ്കിലുമൊക്കെ ഒരു പുട്ടും കഷ്ണോ എന്തെങ്കിലും, അല്ലെങ്കിൽ നീന്തപ്പഴോ ഒരു കോഴിമുട്ട പുഴുങ്ങിയതോ എന്തെങ്കിലുമൊക്കെ രാവിലെ എണീറ്റ ഉടനെ വേണം. നാസ്ത നല്ല വെള്ളപ്പം, ചട്ടിണി, ഇഡ്ഡലി പിന്നെ പാലക്കാടാന്നുള്ളവരൊക്കെ വേണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചട്ടിണിയൊന്നും പോരാ, മീൻകറി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഗതി ഉഷാറായിട്ട് വേണം. ചില ആൾക്കാർക്ക് സമസ്ത അംഗീകരിച്ചല്ല എന്നുള്ള ആൾക്ക് 10 മണിക്ക് കഞ്ഞി വേണം. കഞ്ഞി കുടിച്ചുന്ന ആൾക്കാരുണ്ട്. പഴയ കാലത്തെ കഞ്ഞി മാത്രമേ ഉള്ളൂ, അതിന് മുമ്പുള്ള 2 എണ്ണമല്ല. അങ്ങനെ ഓരോ ഉച്ചനേരത്ത് പെണ്ണുങ്ങളൊക്കെ